ഇന്നത്തെ റെസിപ്പി വെണ്ടയ്ക്ക വെച്ചിട്ട് ചോറിൻ്റെ ചപ്പാത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു വറ്റൽമുളക്, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചിയാണ്. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ നിലക്കടലാണ്. ഒരു 1.5 ടീസ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കട്ടോ. ഇതൊന്ന് തരിതരിപ്പോട് കൂടി അരച്ചെടുക്കണം. അപ്പോൾ ഇതാ അങ്ങനെ അരച്ചെടുത്തതാണ്. പിന്നെ ഞാൻ എടുത്തത് ഒരു 400 ഗ്രാം വെണ്ടയാണ്. അത് നന്നായിട്ട് കഴുകിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കട്ടോ. പാനിൽ കുറച്ചൊരു ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഈ വെണ്ട നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഈ വെണ്ടയ്ക്ക് അത്യാവശ്യം ഒന്ന് വാടി കിട്ടണം കേട്ടോ. ഒരു 3/4 ഭാഗത്തോളം വെന്ത് കിട്ടണം കേട്ടോ. ഇപ്പോൾ ഇത് കോരി മാറ്റുന്നുണ്ട്. ഈ പാനിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കട്ടെ. എണ്ണ കുറവായി തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം. ഈ അരപ്പ് എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണേ. അപ്പോൾ അതാ ഇതിലേക്ക് ഒരു തക്കാളിൻ്റെ പകുതി, ചെറിയൊരു തക്കാളിൻ്റെ പകുതിയാണ് വേണ്ടത്. ഒരുപാട് പുളിയൊന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ പകുതിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ കടലമാവാണ്. ഇതിലേക്ക് ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കണം. ഇനി ഒരു 1/4 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണേ. ഇത് കുറച്ചൊരു ഡ്രൈ ആക്കി എടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. 2-3 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ വെണ്ടയ്ക്ക നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യട്ടോ. ഇപ്പോൾ ഇതിലേക്ക് കുറച്ചൊരു മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി അടുത്ത തവണ വെണ്ടയ്ക്ക വാങ്ങുമ്പോൾ ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒന്നാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.